ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് തന്തൂരി ചിക്കൻ റെസിപ്പിയാണ്. ഫ്രൈങ് പാനിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. കറക്റ്റ് തന്തൂരി ചിക്കൻ്റെ അതേ ടേസ്റ്റ് ഇതിന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കാൻ നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ചിക്കനാണ്. അത് രണ്ടായിട്ടാണ് ഞാൻ ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഇത് ചെറിയ ചെറിയ പീസായിട്ട് വേണേലും കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൽ ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കണം. മസാല നല്ലതുപോലെ ഉള്ളിൽ പിടിക്കാനായിട്ടാണ് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നത്. ഇനി ഇതിന് 2 ടൈപ്പ് മാരിനേഷൻ ഉണ്ട്. ആദ്യത്തെ മാരിനേഷൻ ഇങ്ങനെയാണ്. ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് പുരട്ടി വെക്കണം. ഇനി ഇതിനെ മാരിനേറ്റ് ചെയ്ത് 2 മണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കണം. ഇനി രണ്ടാമത്തെ മാരിനേഷനാണ്. അതിനുവേണ്ടി ഞാനിവിടെ 1/2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. തൈരിലെ വെള്ളമെല്ലാം ഒന്ന് മാറ്റിയെടുക്കണം. അതിനുവേണ്ടി ഒരു അരിപ്പയിൽ വെച്ചിട്ട് ഇതുപോലെ വെള്ളം റിമൂവ് ചെയ്യണം. ഇനി ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ വെള്ളം മാറ്റി വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കാം. 2-3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ ഗരം മസാല പൊടി, 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി. അത് കൈകൊണ്ടൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കണം. ഉലുവയുടെ ഇലയാണിത്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ചിക്കനിലേക്ക് തേച്ച് കൊടുക്കണം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഉരുക്കിയതും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്തെടുക്കാം. 1 ടേബിൾ സ്പൂൺ ബട്ടർ ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കുക. അത് നല്ലതുപോലെ ചൂടായി വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ബട്ടർ നല്ലതുപോലെ ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിനെ അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് വേവിച്ചെടുക്കണം. അല്ലെങ്കിൽ ചിക്കൻ വെന്ത് വരുന്നവരെ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ തിരിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. മസാല ബാക്കിയുണ്ടെങ്കിൽ കുറച്ചതിലൊന്ന് തേച്ചൊക്കെ കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഇതുപോലെ ഫ്രൈ ചെയ്യണം. എന്നിട്ടത് തിരിച്ചിട്ട് മറ്റേ സൈഡും 2-3 മിനിറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ജസ്റ്റ് ഇതുപോലെ ഒന്ന് സൈഡൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എല്ലാ ഭാഗവും ഒരുപോലെ ഫ്രൈ ആയി കിട്ടും. ഇത് ഗ്രിൽ പാനിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി തന്തൂരിയുടെ ടേസ്റ്റ് കിട്ടും. ബാക്കിയുള്ള ചിക്കൻ പീസും കൂടി അതുപോലെ തന്നെ ഗ്രില്ല് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 പീസ് ചിക്കനും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ സെയിം പാനിലേക്ക് തന്നെ 2 ചിക്കനെയും വെച്ച് കൊടുക്കുക. എന്നിട്ട് അലൂമിനിയം ഫോയിൽ കൊണ്ടൊരു ചെറിയ ബൗൾ ഉണ്ടാക്കിയെടുക്കുക. ഒരു ചാർക്കോൾ പീസ് കത്തിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തന്നെ പുക വരും. ഉടനെ തന്നെ അത് അടച്ചു വെക്കണം. ചാർക്കോൾ പുകയുന്നതിൻ്റെ സ്മെല്ല് ആ ചിക്കന് ഫുള്ള് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ തന്തൂരി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ സെർവ് ചെയ്തത് ഒരു സോസുമായിട്ടാണ്. സോസിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.